ബി.ജെ.പിയിൽ ഇനി അപ്രതീക്ഷിത നീക്കങ്ങളും അഴിച്ചുപണികളും ഒക്കെ നടക്കാൻ പോകുന്നു. ജോർജ് കുര്യന്റെ അപ്രതീക്ഷിത മന്ത്രിസ്ഥാനം പോലെ ബി.ജെ.പി സംഘടനയിൽ അപ്രതീക്ഷിത നീക്കങ്ങൾ ഇനി ഉണ്ടാകും എന്ന് ഉറപ്പാണ്. നരേന്ദ്രമോദി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നൽകിയ ഒരു സർപ്രൈസ് തന്നെയായിരുന്നു ജോർജ് കുര്യന്റെ അപ്രതീക്ഷിത മന്ത്രിസ്ഥാനം. കാരണം ആരും പ്രതീക്ഷിക്കാത്ത ഒരു പേര് തന്നെയായിരുന്നു ജോർജ് കുര്യന്റേത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വിജയം വരും തിരഞ്ഞെടുപ്പുകളിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ സജീവമാകാനാണ് ബി.ജെ.പിയുടെ നീക്കം. ജോർജ് കുര്യനെ സഹമന്ത്രിയായി നിയമിക്കുന്നതിലൂടെ മോദി ലക്ഷ്യമിടുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതിന്റെ ഒന്നാമത്തെ കാര്യം ക്രിസ്തീയ വോട്ടുകൾ അല്ലെങ്കിൽ ക്രിസ്തീയ പിന്തുണ ലഭിക്കുക എന്ന് തന്നെയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരമാണ് ബി.ജെ.പി ഇനി ലക്ഷ്യമിടുന്നത്. അടുത്തയാഴ്ച ബി.ജെ.പി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. സംഘടനാ തലത്തിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. സംസ്ഥാന സെക്രട്ടറി ജോർജ് കുര്യനെ മന്ത്രിയാക്കിയപ്പോൾ ഇനി അദ്ദേഹത്തിന് പകരക്കാരനെ കണ്ടെത്തേണ്ടതുണ്ട്. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് കെ സുരേന്ദ്രൻ തുടരുമെന്ന കണക്കുകൂട്ടലാണ് പാർട്ടിയിലെ ഔദ്യോഗിക പക്ഷം. ഒരു എം.പിയെയും 20% വോട്ടും നേടിക്കൊടുത്ത കെ സുരേന്ദ്രൻ അധ്യക്ഷ പദവിയിൽ തുടരാൻ പാർട്ടി നേതൃത്വം സമ്മതം മൂളുമെന്നാണ് നേതാക്കൾ പറയുന്നത്. എന്നാൽ ദേശീയ അധ്യക്ഷ പദവിയിൽ നിന്ന് ജെ.പി നദ്ദ മാറുന്നതിന് പിന്നാലെ സംസ്ഥാന തലത്തിലും അഴിച്ചുപണി ഉണ്ടായേക്കും. ദേശീയ തലത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരെത്തുന്നോ അതനുസരിച്ചാകും സംസ്ഥാന തലത്തിലും തീരുമാനം. ദേശീയ തലത്തിൽ കെ സുരേന്ദ്രനെ കൊണ്ടുപോകാനൊരു നീക്കം ബി.ജെ.പി നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും ഇതിന് ഒപ്പം തന്നെ പുറത്തു വരുന്നുണ്ട്. കാരണം ജെ.പി നദ്ദ മാറുന്നതിന് പിന്നാലെ കെ സുരേന്ദ്രൻ ആ പദവിയിലേക്ക് ഉയരുന്നുണ്ട്. അതിനുവേണ്ടി അമിത്ഷാ തീരുമാനമെടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. കെ സുരേന്ദ്രൻ രാജ്യസഭയിലേക്ക് പോവുകയാണ് എന്ന റിപ്പോർട്ടുകളും വരുന്നു. ശോഭാ സുരേന്ദ്രനെ കേരള അധ്യക്ഷ പദവിയിലേക്ക് മാറ്റാനാണ് തീരുമാനം. ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. കാരണം കെ സുരേന്ദ്രന് പകരം ശോഭാ സുരേന്ദ്രൻ ആ സ്ഥാനത്തേക്ക് വന്നേക്കും എന്ന തരത്തിലുള്ള പല വിലയിരുത്തലുകളും നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ദേശീയ തലത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരെത്തുന്നോ അതനുസരിച്ചാകും സംസ്ഥാന തലത്തിലും തീരുമാനം. വി മുരളീധരൻ ബി.ജെ.പി ദേശീയ തലത്തിലേക്ക് മാറും എന്ന സൂചനയുമുണ്ട്. കേരളത്തിൽ ഒരു നേതൃത്വ മാറ്റമുണ്ടായാൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രനെയോ എം.ടി രമേശിനെയോ പരിഗണിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. വി മുരളീധരൻ അധ്യക്ഷ പദവിയിലേക്ക് തിരികെ എത്താനും സാധ്യതയുണ്ട്. ഇവരെ സംസ്ഥാന തലത്തിൽ പരിഗണിക്കാൻ കഴിയാതെ വന്നാൽ ദേശീയ തലത്തിൽ മികച്ച പദവികൾ നൽകുമെന്ന് ഉറപ്പാണ്. ബി.ജെ.പിയുടെ സി ക്ലാസ് മണ്ഡലമായിരുന്ന ആലപ്പുഴയിൽ മത്സരിച്ച് എ ക്ലാസ് ആക്കി ഉയർത്തിയത് ശോഭാ സുരേന്ദ്രനെ ദേശീയ നേതൃത്വത്തിന്റെ പ്രിയങ്കരിയാക്കി മാറ്റിയിട്ടുണ്ട്. നേരത്തെ തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തെയും എ ക്ലാസ് ആക്കി ഉയർത്തിയത് ശോഭ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രൻ രാജ്യസഭയിലേക്ക് പോകുമ്പോൾ കേരള അധ്യക്ഷയാകുന്നത് ശോഭാ സുരേന്ദ്രൻ ആകാം എന്നാണ് റിപ്പോർട്ടുകൾ. അതുമാത്രമല്ല എം.ടി രമേശിന്റെ പേരും ഇതിനൊപ്പം തന്നെ ഉയർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രനെ ബി.ജെ.പി അല്ലെങ്കിൽ മോദി ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. എന്തായാലും ശോഭാ സുരേന്ദ്രൻ ബി.ജെ.പിയുടെ ഒരു കനലിൽ തീർത്ത പെൺതരി തന്നെയാണ്. ഇത്രയും ശക്തിയായ ഒരു പ്രവർത്തകയെ ഒരിക്കലും കേരളത്തിൽ ഒതുക്കി നിർത്താൻ മോദി ആഗ്രഹിക്കുന്നില്ല. വാരണാസിയിലോ തന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തകയാക്കി മാറ്റാൻ അതിനനുസരിച്ചുള്ളൊരു പദവി കൊടുക്കാൻ തന്നെയായിരിക്കും മോദി ഉദ്ദേശിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ബി.ജെ.പിയിൽ വൻ അഴിച്ചുപണികളായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുറപ്പാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥാനങ്ങളൊക്കെയാണ് സുരേഷ് ഗോപിക്ക് നരേന്ദ്രമോദി നൽകിയത്. ടൂറിസം, പെട്രോളിയം തുടങ്ങിയ പദവികളൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ സുരേഷ് ഗോപിക്ക് കൊടുത്തത് ശരിക്കും അപ്രതീക്ഷിതം തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ബി.ജെ.പിയിലെ അഴിച്ചുപണികളെല്ലാം തന്നെ അപ്രതീക്ഷിതമായിരിക്കും എന്നാണ് വ്യക്തമാകുന്നത്.